കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരന് മർദ്ദനം. മയിൽ സ്വദേശി പവനനാണ് കാഷ്വാലിറ്റിയിൽ വെച്ച് മർദ്ദനമേറ്റത്. സന്ദർശക പാസ് എടുക്കാതെ അകത്ത് കടക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞതിനായിരുന്നു മർദ്ദനം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പുചേർന്നു. മിഥുൻ പിള്ള, ആ ദൃശ്യങ്ങൾ ഞാൻ നേരത്തെ കണ്ടിരുന്നു. അതായത് എത്രമാത്രം തടയാൻ ശ്രമിച്ചിട്ടും അതിനെയൊക്കെ മറികടക്കാൻ ഒരു യുവാവ് ശ്രമിക്കുന്നുണ്ടായിരുന്നു, അല്ലേ? കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരനൊപ്പം വന്നയാളുടെ മർദ്ദനമേറ്റ സെക്യൂരിറ്റി ജീവനക്കാരൻ പവനൻ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയും. എന്താ പവനേട്ട? അതായത് ഇന്നലെ രാവിലെ ഒരു 7 മണിക്ക് 11 മണിക്ക് ഞാനിവിടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് രണ്ടുപേർ വന്നു, ഭാര്യയും ഭർത്താവും. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് പോകേണ്ടത്. അത് നമ്മൾ എല്ലാവരോടും ചോദിക്കുന്നത്. ഇപ്പോൾ എങ്ങോട്ടാണ് അവർ ചിലപ്പോൾ പറയും കാണിക്കാൻ വേണ്ടി വന്ന്, അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും ബ്ലോക്ക് ഇതിൽ പോകണം, അങ്ങനെ കാണിക്കാം. അപ്പോൾ അവരെല്ലാം വിടും. വാർഡുകളിലേക്ക് പോകുന്നതിന് പാസ് എടുക്കണം, അത് നിർബന്ധമാണ്. അത് നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ, അതിനാണ് നമ്മൾ ഇത് വെച്ചേക്കുന്നത്. അത് പിന്നെ അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പാസ് എടുക്കില്ലാന്ന്. അവന് പാസ് എടുക്കാതെ പോകാൻ പറ്റില്ല, അത് ഇവിടുന്ന്. കാരണം 2 പേര് പാസ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന 10 ആളും പാസ് എടുക്കില്ല. അത് നമ്മുടെ നാട്ടിൽ ഇതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതിട്ട് പറ്റില്ല എന്ന്. അപ്പോൾ അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നിന്നിട്ട് എന്നോട് ചോദ്യം ചോദിച്ചു. അതായത് കുറച്ച് ചീത്തയോടെ തന്നെ, നീ ആരുടെ? പിണറായി വിജയനാ എന്നോട് പാസ് ചോദിക്കാൻ എന്നിട്ടൊരു കൂട്ടത്തിൽ വേറെ വാക്കുകൾ. ഞാൻ പറഞ്ഞു അതൊന്നുമല്ല. പിന്നെ എന്നോട് പറഞ്ഞു കുട്ടീനെ കാണിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു കുട്ടീനെ കാണിക്കാൻ പോകും, നമുക്കത് കാണിക്കാൻ പോകുന്നത് നമ്മൾ പറ്റില്ല. കുട്ടീനെ കാണിക്കാൻ പോകുന്നത് നേരെ താഴെയാണ് പോകേണ്ടത്, അമ്മയും കുഞ്ഞും ബ്ലോക്കിൽ. പക്ഷേ ഇവൻ പോയിട്ട് ലിഫ്റ്റിൽ കയറിയിട്ട് മേലോട്ട് പോകണം. മേലോട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അത് പറ്റില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി ഇവൻ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ കുട്ടിയാണ്, അത്രയും ഒരു 10-28 വയസ്സേ കാണുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയരുത്, അത് മോശമാണ്, ചീത്ത പറയുന്നത് നല്ല എന്നിട്ട് ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ഇവൻ നമ്മളൊരു അറ്റാക്കിന് നിൽക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് പിടിച്ചതല്ലേ, തള്ളിപ്പം എനിക്ക് കൺട്രോൾ കിട്ടില്ല. ആ ബാക്കിൽ ആ ക്യാബിൻ്റെ വെച്ചിട്ട് കൈയടിച്ചപ്പോൾ കൈ ഇതായി. അതാ സംഭവിച്ചു, വേറെ എന്തെങ്കിലും അത് സംഭവിച്ചു. വേറെ എന്തെങ്കിലും ഉപദ്രവം പിന്നെ ഇവന് പേടിയായി. അപ്പോൾ ഞങ്ങൾ സ്റ്റാഫ് 2 പേര് വന്ന് അവൻ ഓടിക്കളഞ്ഞു. ഈ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സിറ്റി സ്റ്റേഷനിൽ എന്തെങ്കിലും പരിക്കുകൾ ഇത് തന്നെ. ഇപ്പോൾ ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതന്നെ പറ്റി. ചെറിയൊരു ഇതുണ്ടെന്ന് പറഞ്ഞു, ഇതുണ്ട്. അതിനൊരു വേറെ പ്രശ്നമൊന്നുമില്ല. പരാതിയായിട്ട് മുന്നോട്ട് വരാം. യെസ്, പരാതിയായിട്ട്. കാരണം ഇത് നമുക്ക് മാത്രമല്ല, ഇതിനു മുമ്പ് എല്ലാ പ്രാവശ്യവും ഇത് സംഭവിക്കുന്നതാണ്. കാരണം ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം പരാതിയായിട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ വളം വെച്ച് കൊടുക്കുന്നില്ല. അതുപോലെ ഏതായാലും ഇത് പരാതിയായിട്ട് പോകാം. പുതിയ നിയമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. കാരണം ഇത് നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ആവട്ടെ ഒരു ഗുണം. ഈ ഒരു സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.